ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് ഏതിനെക്കുറിച്ചാണ്? ബിസിനസ് എത്തിക്സിനെ കുറിച്ചിട്ടാണ് നമ്മളിന്ന് സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ആ ബിസിനസ് എത്തിക്സിൽ നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു അല്ലേ. എന്താണ് ബിസിനസ് എത്തിക്സ്, ബിസിനസ് എത്തിക്സിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് ബേസിക്സ് ഓഫ് ബിസിനസ് എത്തിക്സ് ആണ്. അതായത് കുറച്ച് ബേസിക് പ്രിൻസിപ്പിൾസ് ബിസിനസ് ഓർഗനൈസേഷൻ ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട് അല്ലേ. ഒരു ഓർഗനൈസേഷൻ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്? എത്തിക്സ് ഓർഗനൈസേഷനിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ചില പ്രിൻസിപ്പിൾസ്, ചില തത്വങ്ങൾ ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തതാണ് ഹോണസ്റ്റി എന്ന് പറയുന്നത്. ഹോണസ്റ്റി എന്ന് വെച്ചാൽ എന്താ? സത്യസന്ധത അല്ലേ. അപ്പോൾ ഓർഗനൈസേഷൻ എന്താവണം? സത്യസന്ധരാകണം. അല്ലെങ്കിൽ എത്തിക്കൽ എക്സിക്യൂട്ടീവ്സ് എന്താവണം? ഹോണസ്റ്റ് ആവണം എന്നാണ് പറയുന്നത് അല്ലേ. അവരെന്താവണം? ട്രൂത്ത്ഫുൾ ആവണം ഇൻ ദിയർ ഡീലിങ്സ്. അവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും അവർ സത്യസന്ധരായിരിക്കണം. അതിനർത്ഥം എന്താ? നോട്ട് ഡൂയിങ് സംതിങ് റോങ് അല്ലേ. ഒന്നും തെറ്റായിട്ട് ആര് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല? എത്തിക്കൽ എക്സിക്യൂട്ടീവ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല അല്ലേ. അത് മാത്രമല്ല അവിടെ പറയുന്നത്, ദേ ആർ നോട്ട് ഡെലിബറേറ്റ്ലി മിസ്ലീഡ് ഓർ ഡിസീവ് അതേഴ്സ് ബൈ മിസ്റെപ്രസെൻറ്റേഷൻ ഓഫ് എ സ്റ്റേറ്റ്മെൻറ്റ്, പാർഷ്യൽ ട്രൂത്ത്, സെലക്റ്റീവ് ഒമിഷൻ ഓർ എനി അതർ മീൻസ് അല്ലേ. ഈ നമ്മുടെ എത്തിക്കൽ എക്സിക്യൂട്ടീവ്സ് എന്തും കൂടെ ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല എന്നാണ് പറയുന്നത്. മറ്റുള്ളവരെ വേണമെന്ന് പറഞ്ഞിട്ട് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് പാടില്ല. തെറ്റായ സ്റ്റേറ്റ്മെൻറ്റുകൾ കൊടുക്കാൻ വേണ്ടിയിട്ട് പാടില്ല. പകുതി ശരിയായിട്ടുള്ള കാര്യങ്ങൾ, അതായത് പകുതി കള്ളം പകുതി ശരി, അങ്ങനെ ആരോടും പറയാൻ വേണ്ടിയിട്ട് പാടില്ല. പിന്നെയോ മനഃപൂർവ്വം മറന്നെന്ന് പറയാൻ വേണ്ടിയിട്ട് പാടില്ല. പറ്റിക്കാൻ വേണ്ടിയിട്ട് പാടില്ല. ആര്? എത്തിക്കൽ എക്സിക്യൂട്ടീവ്സ്. അതാണ് ഒന്നാമത്തെ ഒരു ബേസിക്സ് ആയിട്ടുള്ള പ്രിൻസിപ്പിൾ പറയുന്നത് അല്ലേ. രണ്ടാമത്തെ ഇൻറ്റഗ്രിറ്റി. ഇൻറ്റഗ്രിറ്റി വെച്ചാൽ എന്താ? സത്യസന്ധത എന്ന് തന്നെയാണ് കേട്ടോ. ഇൻറ്റഗ്രിറ്റി എന്ന് പറഞ്ഞാൽ, ഇൻറ്റഗ്രിറ്റി എന്ന് വെച്ചാൽ എന്താ? സത്യസന്ധത. അപ്പോൾ എത്തിക്കൽ എക്സിക്യൂട്ടീവ്സ് എന്ത് ചെയ്യണം? അവർ സത്യസന്ധരായിരിക്കണം അല്ലേ. ദേ ആർ they definitely have personal integrity അല്ലേ. and the courage of their convictions by doing what they think is right even when there is great pressure to do otherwise. അതെന്താ പറഞ്ഞത്? ഇപ്പം മറ്റുള്ളവർ പറയും ഇത് ചെയ്യ് അത് ചെയ്യുന്നൊക്കെ പറയും, പക്ഷേ ഒരു എത്തിക്കലായിട്ടുള്ള എക്സിക്യൂട്ടീവ് എന്താ ചെയ്യേണ്ടത്? അയാളുടെ മനസ്സ് എന്താണോ ശരിയെന്ന് പറയുന്നത് അത് മാത്രം ചെയ്യുക അല്ലേ. ബാക്കിയുള്ളവരുടെ വാക്കുകൾ വിലക്കെടുക്കരുത്. ബാക്കിയുള്ളവർ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കും, പക്ഷേ നമ്മളതിൽ വീണ് പോകരുത് എന്നാണ് ആര് പറയുന്നത്? നമ്മുടെ ഈ ബേസിക്സ് പറയുന്നത്. അപ്പോൾ സത്യസന്ധരായിരിക്കണം. ആര് സത്യസന്ധരായിരിക്കണം? നമ്മളെ എത്തിക്കൽ എക്സിക്യൂട്ടീവ്സ് സത്യസന്ധരായിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഹോണസ്റ്റ് ആയിരിക്കണം, അവർക്ക് ഇൻറ്റഗ്രിറ്റി ഉണ്ടാവണം. മൂന്നാമത്തേത് പറയുന്നത് പ്രോമിസ് കീപ്പിംഗ് ആൻഡ് ട്രസ്റ്റ് വേർത്തിനെസ് അല്ലേ. പറഞ്ഞ കാര്യം പറഞ്ഞ പോലെ ചെയ്യുന്ന ആൾക്കാർ, വാക്ക് പറഞ്ഞ വാക്ക് പാലിക്കാത്ത ആൾക്കാരുണ്ട്. അങ്ങനെ ആവാൻ വേണ്ടിയിട്ട് പാടുണ്ടോ? പാടില്ല. ആരാവാൻ വേണ്ടിയിട്ട് പാടില്ല? നമ്മുടെ എത്തിക്കൽ എക്സിക്യൂട്ടീവ്സ് എങ്ങനെയാവാൻ പാടില്ല? പറഞ്ഞ വാക്ക് പാലിക്കാത്തവർ ആകാൻ പാടില്ല. എന്താവണം? പറഞ്ഞ വാക്ക് പാലിക്കുന്നവരായിരിക്കണം അല്ലേ. അത് മാത്രമല്ല ട്രസ്റ്റ് വേർത്തിനെസ് എന്ന് വെച്ചാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ആൾക്കാരായിരിക്കണം ആരെന്ന് പറയുന്നത്? എത്തിക്കൽ എക്സിക്യൂട്ടീവ്സ്മാരെന്ന് പറയുന്നത് അല്ലേ. അവരെന്തായിരിക്കണം? ഫ്രാങ്ക് ആയിരിക്കണം, വളരെ നിശ്ചയദാർഢ്യമുള്ള ആൾക്കാരായിരിക്കണം. അതായത് ലോല മനസ്കരാവാൻ വേണ്ടിയിട്ട് പാടില്ല. and helpful in supplying relevant information and correcting misconception of fact, and they make every reasonable effort to fulfill the letter and spirit of the promise and commitments അല്ലേ. മറ്റുള്ളവരിലേക്ക് തെറ്റായ കാര്യങ്ങൾ ഒരിക്കലും പറഞ്ഞ് പരത്താത്ത ഒരാളായിരിക്കണം ആര് പറയുന്നത്? എത്തിക്കൽ എക്സിക്യൂട്ടീവ്സ് എന്ന് പറയുന്നത്. അത് മാത്രമല്ല മറ്റുള്ളവരെ സംശയങ്ങൾ ദൂരീകരിക്കുകയും അവരെ നേർവഴിക്ക് നടത്താൻ പറ്റുന്നവരുമായിരിക്കണം ആരെന്ന് പറയുന്നത്? ഒരു എത്തിക്കൽ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്. അതാണ് ഇതിൽ പറയുന്നത് പ്രോമിസ് കീപ്പിംഗ് ആൻഡ് ട്രസ്റ്റ് വേർത്തിനെസ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ 2-3 കാര്യങ്ങൾ പറഞ്ഞു അല്ലേ. ഏതുമായി ബന്ധപ്പെട്ട് 2-3 കാര്യങ്ങൾ പറഞ്ഞു? ബേസിക്സ് ഓഫ് ബിസിനസ് എത്തിക്സിൻ്റെ 2-3 കാര്യങ്ങൾ പറഞ്ഞു. ഇനി അടുത്ത കാര്യമാണ് പറയുന്നത് ലോയാലിറ്റി. ലോയാലിറ്റി എന്ന് വെച്ചാൽ എന്താ? കൂറുള്ള അല്ലേ. നമ്മളിപ്പോൾ വീട്ടിലൊരു നായ ഉണ്ടെങ്കിൽ ആ നായ നമ്മളോട് ഭയങ്കര ലോയലായിരിക്കും അല്ലേ, ഭയങ്കര കൂറുള്ള ആളായിരിക്കും. അതേപോലെ തന്നെ നായ പോലെയല്ല, കൂറുള്ള ഒരാളായിരിക്കണം ആര് പറയുന്നത്? എത്തിക്കൽ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്. അവരെ വിശ്വസിക്കാൻ പറ്റണം, വേർത്തി ഓഫ് ട്രസ്റ്റ് ആയിരിക്കണം അല്ലേ. അവരെന്തായിരിക്കണം? അവരുടെ ഇൻസ്റ്റിറ്റ്യൂഷനോടും അവരുടെ ഫ്രണ്ട്സിനോടും എന്ത് ചെയ്യണം?
ഡിവോഷൻ ടു ഡ്യൂട്ടി ആയിരിക്കണം, സപ്പോർട്ട് കൊടുക്കണം, അഡ്വേഴ്സിറ്റി ഉണ്ടാവണം അല്ലേ, അവർക്ക് സത്യസന്ധരായിരിക്കണം, അവരുടെ ഫ്രണ്ട്സിനോട് അവർ ഹെൽപ്ഫുള്ളായിരിക്കണം, നീഡി ആയിരിക്കണം ബാക്കിയുള്ള ആൾക്കാർക്ക് അല്ലേ. ദേ ഡു നോട്ട് യൂസ് ഓർ ഡിസ്ക്ലോസ് ഇൻഫർമേഷൻ ലേഡ് ഇൻ കോൺഫിഡൻസ് ഫോർ പേഴ്സണൽ അഡ്വാൻറ്റേജ് അല്ലേ. ഓർഗനൈസേഷൻ്റെ വ്യക്തിഗതമായിട്ടുള്ള വിവരങ്ങൾ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മറച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പാടില്ല. അതായത് ഒരു ഓർഗനൈസേഷന് കോൺഫിഡൻഷ്യലായിട്ട്, അതായത് വളരെ സീക്രട്ടായിട്ടുള്ള ഇൻഫർമേഷൻസ് പണം കിട്ടും അല്ലെങ്കിൽ ഒരാൾ പണം തരാമെന്ന് പറഞ്ഞാൽ അയാൾക്കത് മറച്ചു കൊടുക്കരുതെന്ന്, അങ്ങനെയുള്ള ഒരാൾ ആവാൻ വേണ്ടി പാടില്ല ആര്, എത്തിക്കൽ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന ഒരാൾ. ഇനി നെക്സ്റ്റ് ബേസിക്സ് ആണ് പറയുന്നത്. ഫെയർനെസ് എന്ന് വെച്ചാൽ എന്താ, സത്യസന്ധത തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അല്ലേ. എത്തിക്കൽ എക്സിക്യൂട്ടീവ് എങ്ങനെയായിരിക്കണം, ഫെയർ ആയിരിക്കണം, ആൻഡ് ജസ്റ്റ് ഇൻ ഓൾ ഡീലിങ്സ്, നീതിമാനായിരിക്കണം അല്ലേ. കാര്യങ്ങൾ തീരുമാനിക്കുമ്പോൾ അതിൽ പാർഷ്യാലിറ്റി ഉണ്ടാവാൻ പാടില്ല, ബയസ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് പാടില്ല, എല്ലാ കാര്യങ്ങളും സത്യസന്ധമായിട്ട് ചെയ്യണം, എല്ലാം എവിഡൻസിൻ്റെ ആധാരത്തിൻ്റെ അടിസ്ഥാനപ്പെടുത്തി മാത്രമായിരിക്കണം അയാൾ എന്ത് ചെയ്യേണ്ടത്, കാര്യങ്ങൾ തീരുമാനിക്കേണ്ടതും അല്ലെങ്കിൽ ഡിസിഷൻസ് എടുക്കേണ്ടതൊക്കെ ചെയ്യേണ്ടതെന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ അവിടെ പറഞ്ഞിട്ടുള്ള കാര്യം എന്താ, ദേ ഡു നോട്ട് എക്സസൈസ് പവർ ആർബിട്രേറ്റ്ലി എന്ന് പറഞ്ഞാൽ എന്താ, തോന്നിയ പോലെ. അതായത് എത്തിക്കൽ എക്സിക്യൂട്ടീവ്സ് എന്ത് ചെയ്യാൻ പാടില്ല, അവർക്ക് കുറേ അധികാരങ്ങളുണ്ടാവും അല്ലേ, ആ അധികാരങ്ങൾ അവർക്ക് തോന്നിയ പോലെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പാടില്ല എന്നാണ് പറയുന്നത്. അത് മാത്രമല്ല, ആൻഡ് ഡു നോട്ട് യൂസ് overreaching nor indecent means to gain or maintain any advantage nor take undue advantages of another's mistakes or difficulties. ഇപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും തെറ്റ് പറ്റി, ഒരു എംപ്ലോയിക്ക് ഒരു തെറ്റ് പറ്റി, അപ്പോൾ ആ തെറ്റ് ഞാൻ ഹയർ ലെവൽ അതോറിറ്റീനെ അറിയിക്കുമെന്ന് പറഞ്ഞ് അയാളെ ബാർഗെയിൻ ചെയ്ത് അയാളുടെ കയ്യിൽ നിന്ന് പണവും അല്ലെങ്കിൽ അയാളെ ദുരുപയോഗം ചെയ്യാനൊന്നും ശ്രമിക്കരുത്. ഒരു എത്തിക്കൽ എക്സിക്യൂട്ടീവ് അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല എന്നാണ് പറയുന്നത്. ഇനി അടുത്ത ബേസിക്സ് ആണ് പറയുന്നത്, കൺസേൺ ഫോർ അതേഴ്സ്. മറ്റുള്ളവരുടെ കാര്യത്തിൽ വളരെ വാചാലനായിരിക്കണം ആരെന്ന് പറയുന്നത്, നമ്മളെ എത്തിക്കൽ എക്സിക്യൂട്ടീവ്സ് എന്ന് പറയുന്നത്. അതായത് മറ്റുള്ളവരെന്ന് പറയുന്നത് ആരാ, അതർ എംപ്ലോയീസ് അല്ലേ. ഇപ്പോൾ ഈ എത്തിക്കൽ എക്സിക്യൂട്ടീവ്സിൻ്റെ അണ്ടറിലുള്ള സുപ്പീരിയേഴ്സ് ഉണ്ടാവാം, അല്ല മുകളിലുള്ള സുപ്പീരിയേഴ്സ് ഉണ്ടാവാം, അണ്ടറിൽ സബോർഡിനേറ്റ്സ് ഒക്കെ ഉണ്ടാവാം. അപ്പോൾ അവരുടെയൊക്കെ കാര്യത്തിൽ നല്ല വാചാലരായിരിക്കണം, മീൻസ് അവരുടെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ ഇയാൾക്ക് സമയം ഉണ്ടാകണമെന്നാണ് പറയുന്നത്. അതാണ് കൺസേൺ ഫോർ അതേഴ്സ് എന്ന് പറയുന്നത്. എത്തിക്കൽ എക്സിക്യൂട്ടീവ്സ് ആർ കെയറിങ്, കമ്പാഷനേറ്റ്, ബെനവലൻറ്റ്. അതായത് കെയറിങ് വെച്ചാൽ മറ്റുള്ളവരെ ശ്രദ്ധിക്കുന്ന, കമ്പാഷനേറ്റ് എന്ന് വെച്ചാൽ കരുണയുള്ള, ബെനവലൻ്റ് എന്ന് വെച്ചാൽ ദയാലുവായിട്ടുള്ള, ആൻഡ് കൈൻഡ് വളരെ നിർലോഭനായിട്ടുള്ള. അപ്പോൾ വളരെ കരുണയുള്ള ഒരാളായിരിക്കണം എത്തിക്കൽ എക്സിക്യൂട്ടീവ്, വളരെ ദയാലുവായിരിക്കണം ഒരു എത്തിക്കൽ എക്സിക്യൂട്ടീവ്, മറ്റുള്ളവരെ കെയർ ചെയ്യുന്ന ഒരാളായിരിക്കണം ആരെന്ന് പറയുന്നത്, എത്തിക്കൽ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്. ദേ ലൈക്ക് ദി ഗോൾഡൻ റൂൾ, ഹെൽപ്പ് ദോസ് ഇൻ നീഡ്സ് അല്ലേ. അയാൾ എങ്ങനെയുള്ള ഒരാളായിരിക്കണം, ഒരാൾക്ക് ആവശ്യം വരുമ്പോൾ സഹായിക്കാൻ മനസ്സുള്ള ഒരാളായിരിക്കണം അല്ലേ. പിന്നെയോ ബിസിനസ്സിൻ്റെ ഒബ്ജക്റ്റീവ് മറ്റുള്ളവർക്ക് ദോഷം വരാത്ത രീതിയിൽ പോസിറ്റീവായിട്ട് അച്ചീവ് ചെയ്യാൻ സഹായിക്കുന്ന അല്ലെങ്കിൽ പ്രയത്നിക്കുന്ന ഒരാളായിരിക്കണം ആരെന്ന് പറയുന്നത്, എത്തിക്കൽ എക്സിക്യൂട്ടീവ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റാണ് പറയുന്നത് റെസ്പെക്റ്റ് ഫോർ അതേഴ്സ്. നമ്മുടെ ഇന്നത്തെ കാലത്ത് ആർക്കും ഇല്ലാത്തൊരു കാര്യമാണ് അല്ലേ, റെസ്പെക്റ്റ്, ബഹുമാനം. അത് നമുക്ക് ചെറിയ ആൾക്കാർ ആയാൽ പോലും വലിയ ആൾക്കാരായാൽ പോലും നമുക്ക് പലരോടും ബഹുമാനക്കുറവുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ പറയുന്നത് എത്തിക്കൽ എക്സിക്യൂട്ടീവ്സിന് എന്ത് വേണം, റെസ്പെക്റ്റ് ഉണ്ടാവണം അല്ല. അയാളോട് റെസ്പെക്റ്റ് ഉണ്ടാകണം എന്നല്ല, അയാൾക്ക് മറ്റുള്ളവരോട് റെസ്പെക്റ്റ് ഉണ്ടാവണം. അയാളുടെ കീഴിലുള്ള എംപ്ലോയി ആയാലും മുകളിലുള്ള എംപ്ലോയി ആയാലും എന്ത് ചെയ്യണം, അർഹിക്കുന്ന തരത്തിലുള്ള റെസ്പെക്റ്റ് എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് ആർക്ക് പറ്റണം, എത്തിക്കൽ എക്സിക്യൂട്ടീവ്സിന് പറ്റണം അല്ലേ. എന്ത് ചെയ്യണം, റെസ്പെക്റ്റ് ഉണ്ടാക്കണം. ഏതിനോട്, ഹ്യൂമൻ ഡിഗ്നിറ്റിയോട്, അതായത് മനുഷ്യൻ്റെ അന്തസ്സിനോട് അല്ലെ. ഒരാൾക്കും ഒരു അന്തസ്സുണ്ട്, അതിനോട്. ഒട്ടോണോമിക്ക് അല്ലെ, പ്രൈവസി, റൈറ്റ്സ് ആൻഡ് ഇൻട്രസ്റ്റ്, ഓരോരാളുടെയും താല്പര്യത്തിന്, ഒരാളുടെ അവകാശത്തിന്, ഒരാളുടെയും സ്വകാര്യതയ്ക്ക്, ഇതിനൊക്കെ എന്ത് കൊടുക്കണം, റെസ്പെക്റ്റ് കൊടുക്കണം. അതെന്ന് പറയുന്നത് എന്താ, ഓരോരാളെയും സ്വതന്ത്രമായിട്ട് വിടണം, ഒരിക്കലും ചങ്ങലയിൽ കെട്ടിയിടരുത് ആരെയും, ഓർഗനൈസേഷന് അകത്തുള്ള ആൾക്കാർ എന്നാണ് പറയുന്നത്. ഇനി നെക്സ്റ്റാണ് പറയുന്നത് ലോ അബൈഡിങ് എന്ന് പറയുന്നത്. ലോ അബൈഡ് എന്ന് പറയുന്നത് എത്തിക്കൽ എക്സിക്യൂട്ടീവ് അബൈഡ് ബൈ ലോസ്. അബൈഡ് എന്ന് വെച്ചാൽ അനുസരിക്കുക എന്നാണ് കേട്ടോ പറയുന്നത്. അബൈഡ് എന്ന് വെച്ചാൽ എന്താണ്, അനുസരിക്കുക. അപ്പോൾ എത്തിക്കൽ എക്സിക്യൂട്ടീവ്സ് എന്ത് ചെയ്യണം,
നിയമങ്ങളൊക്കെ കൃത്യമായിട്ട് അനുസരിക്കണമെന്നാണ് പറയുന്നത് അല്ലേ. നിയമം കൃത്യമായിട്ട് അനുസരിക്കുന്ന ഒരാളായിരിക്കണം ആര്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരെ മാത്രമേ നമുക്ക് എന്ത് വിളിക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ, എത്തിക്കൽ എക്സിക്യൂട്ടീവ്സ് എന്ന് വിളിക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ അല്ലേ. അപ്പോൾ നിയമം പറയുന്ന അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ നിയമം അല്ലെങ്കിൽ ഓർഗനൈസേഷൻ്റെ നിയമങ്ങളും നിയമാവലിയും അല്ലെങ്കിൽ ആ ബിസിനസ്സുമായി ബന്ധപ്പെട്ട എല്ലാ നിയമവശങ്ങളും അനുസരിക്കുന്ന ഒരാളെ മാത്രമേ നമുക്ക് കണക്കാക്കാൻ വേണ്ടി പറ്റുള്ളൂ, എത്തിക്കൽ എക്സിക്യൂട്ടീവ്സ് ആയിട്ട് കണക്കാക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഇനി അടുത്ത ബേസിക്സാണ് പറയുന്നത് കമ്മിറ്റ്മെൻറ്റ് ടു എക്സലൻസ് അല്ലേ. കമ്മിറ്റ്മെൻറ്റ് ടു എക്സലൻസ് എന്ന് പറയുന്നത്, അപ്പോൾ എന്താ ഇവിടെ പറയുന്നത്, ethical management pursue excellence in performing their duties, are well informed and prepared, and constantly endeavor to increase their proficiency in all areas of responsibility അല്ലേ. എത്തിക്കൽ മാനേജ്മെൻറ്റ് എന്താ ചെയ്യുന്നത്, നമ്മുടെ ഓരോ എംപ്ലോയീസിൻ്റെയും പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യാൻ വളരെ കൃത്യതയാർന്ന രീതിയിൽ അവരുടെ ഡ്യൂട്ടീസ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഒന്നാണ് ആര് പറയുന്നത്, എത്തിക്കൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അവർ കഠിനമായി, എൻഡേവർ എന്ന് വെച്ചാൽ പരിശ്രമം എന്നാണ് കേട്ടോ അർത്ഥം. അവർ കൃത്യമായിട്ട് കൺസിസ്റ്റൻ്റായിട്ട് കോൺസ്റ്റൻ്റ്ലി പരിശ്രമിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ട്, നമ്മുടെ ഓരോ ആളുടെയും കർത്തവ്യബോധം, പ്രൊഫഷൻസി വെച്ചാൽ കർത്തവ്യബോധം അല്ലേ, കർത്തവ്യബോധം വളർത്താൻ വേണ്ടി എവിടെ ഉത്തരവാദിത്തത്തിൽ, അതായത് കൃത്യമായിട്ട് ഓരോരാളും അവരുടെ ഉത്തരവാദിത്തങ്ങൾ യഥാസമയത്ത് ചെയ്യണമെന്ന് ഉറപ്പ് വരുത്തണം ആര്, എത്തിക്കൽ എക്സിക്യൂട്ടീവ്സ്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് ലീഡർഷിപ്പാണ്. അപ്പോൾ എന്താ ഇവിടെ പറയുന്നത്, ലീഡർഷിപ്പ്, എത്തിക്കൽ മാനേജ്മെൻറ്റ് ഈസ് കോൺഷ്യസ് ഓഫ് ദി റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് ഓഫ് ദർ പൊസിഷൻസ് ഓഫ് ലീഡർഷിപ്പ്. നമ്മുടെ എത്തിക്കൽ മാനേജ്മെൻറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ബാക്കിയുള്ള എത്തിക്കൽ എക്സിക്യൂട്ടീവ്സിൻ്റെ ലീഡർഷിപ്പിനും അവരുടെ റെസ്പോൺസിബിലിറ്റീസിനെ കുറിച്ചിട്ട് ആചാരരാണ്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പലപ്പോഴും ചിന്തിക്കുന്ന ആൾക്കാരാണ് ആര് പറയുന്നത്, എത്തിക്കൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് അല്ലേ. അവരെന്ത് ചെയ്യുന്നുണ്ട്, പോസിറ്റീവായിട്ടുള്ള മോഡൽസും റോൾസും അല്ലേ ആർക്ക് കൊടുക്കുന്നുണ്ട്, നമ്മുടെ എത്തിക്കൽ എക്സിക്യൂട്ടീവ്സിന് കൊടുക്കുന്നുണ്ട് അല്ലേ. ഡിസിഷൻ മേക്കിങ്ങിനൊക്കെ അവർ വളരെ വലിയ വിലയാണ് കൊടുക്കുന്നതെന്നും കൂടെ നമ്മൾ മനസ്സിലാക്കി വെക്കുക. അതിൽ നെക്സ്റ്റാണ് റെപ്യൂട്ടേഷൻ ആൻഡ് മൊറേൽ. റെപ്യൂട്ടേഷൻ എന്ന് വെച്ചാൽ സൽപ്പേരും, മൊറേൽ എന്ന് വെച്ചാൽ നമ്മളെ മൊറേൽ എന്ന് വെച്ചാൽ നമ്മുടെ ആത്മധൈര്യം അല്ലെങ്കിൽ ആത്മവിശ്വാസം എന്നൊക്കെ നമുക്ക് പറയാം അല്ല. അപ്പോൾ എത്തിക്കൽ മാനേജേഴ്സ് എന്തിന് ശ്രമിക്കുന്നുണ്ട്, നമ്മുടെ കമ്പനീൻ്റെ സൽപ്പേര് നിലനിർത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. അത് മാത്രമല്ല, നമ്മുടെ കമ്പനിയിലെ എംപ്ലോയീസിൻ്റെ ആത്മവിശ്വാസം അല്ലെങ്കിൽ ആത്മധൈര്യം കൂട്ടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് അല്ലേ. അവർ അതിന് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും യഥാസമയത്ത് ചെയ്യുന്നുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണോ അതിന് വേണ്ടി ചെയ്യേണ്ടത് അത് കൃത്യമായ രീതിയിൽ ആര് ചെയ്യുന്നുണ്ട്, നമ്മുടെ എത്തിക്കൽ മാനേജേഴ്സ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഇനി നെക്സ്റ്റാണ് അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത് അല്ലേ. അക്കൗണ്ടബിലിറ്റി എന്ന് വെച്ചാൽ ഉത്തരവാദിത്തം തന്നെയാണ് അല്ലേ. അപ്പോൾ എത്തിക്കൽ മാനേജേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ വ്യക്തിയുടെയും ഉത്തരവാദിത്തങ്ങൾ അല്ലേ അവരുടെ ക്വാളിറ്റീസിനനുസരിച്ചിട്ട് അവർ കൊടുക്കുന്നുണ്ട് അല്ലേ. പിന്നെയോ അവരുടെ കൊളീഗ്സിനെയും അവരുടെ കമ്പനീസിനും, അല്ലെങ്കിൽ ഇവിടെ പറയുന്ന എത്തിക്കൽ മാനേജേഴ്സ് അക്നോളജ് ആൻഡ് അക്സെപ്റ്റ് പേഴ്സണൽ അക്കൗണ്ടബിലിറ്റി ഫോർ ദ എത്തിക്കൽ ക്വാളിറ്റി ഓഫ് ദിയർ ഡിസിഷൻസ് ആൻഡ് ഒമിഷൻ ടു ദംസെൽഫ് അല്ലേ. അവിടെ പറഞ്ഞത് എന്താ, വ്യക്തിഗതമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിൽ കൃത്യത ഉണ്ടാവണമെന്ന് ഉറപ്പ് വരുത്തുന്ന ഒരു ടീമാണ്, അല്ലെങ്കിൽ ഉറപ്പ് വരുത്തുന്ന ആൾക്കാരാണ് ആരെന്ന് പറയുന്നത്, എത്തിക്കൽ മാനേജേഴ്സ് എന്ന് പറയുന്നത്.